എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം +2 മാർക്ക് അടിസ്ഥാനത്തിൽ നടത്തുന്നതിനായിട്ട് നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പ്രവേശന പരീക്ഷ വഴി ഈ ഒരു പരീക്ഷ നടത്താനായിരുന്നു തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും ഇനി ആ ഒരു നടപടികളുമായിട്ട് പോവുകയാണെങ്കിൽ പ്രവേശനം നടപടികൾ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഈ വർഷം കൂടി BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം +2 മാർക്ക് അടിസ്ഥാനത്തിൽ നടത്താനാണ് നിലവിലെ തീരുമാനം. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഗവൺമെൻറ് കോളേജിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയാം, നിങ്ങളുടെ +2 അതായത് ഈ ഒരു ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 120ലാണ് ഈ ഒരു +2 മാർക്ക് വരുന്നത്. അതായത് +2 തിയറി 60 മാർക്ക്, അതുപോലെ CE മാർക്ക് 20 മാർക്ക്, അതുപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് 40 മാർക്ക്. ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 120ലാണ് മാർക്ക് വരിക. അപ്പോൾ ടോട്ടൽ 360 ആണ് ടോട്ടൽ 3 സബ്ജക്റ്റ് കൂട്ടുമ്പോൾ വരിക. അപ്പോൾ അതിൽ നിന്നും ആ ഒരു മാർക്കിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് ലഭിക്കുന്നത് അതനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ റാങ്ക്, അതായത് ഇൻഡെക്സ് മാർക്ക് ഏതാണെന്നുള്ളത് കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് ആണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നിശ്ചിത സ്ഥാനം തരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെയിം ഇൻഡെക്സ് മാർക്ക് ആണെങ്കിൽ അതിനെ ടൈ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ +2 ബയോളജിയുടെ മാർക്ക്, അതിനുശേഷം കെമിസ്ട്രിയുടെ മാർക്ക്, അതുപോലെ ഫിസിക്സിൻ്റെ മാർക്ക്, അതിനുശേഷം നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ 1200 +2 മാർക്ക്, ഈ ഒരു രീതിയിൽ അതിനെ ടൈ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം ഏതാണെന്നുള്ളത് കണക്കാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര മാർക്ക് വേണം, അതായത് എത്ര ഇൻഡെക്സ് മാർക്ക് വേണം നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിനായിട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളത്. ഇത് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് കോളേജാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജ് നോക്കാം. ആലപ്പുഴ ഗവൺമെൻറ് കോളേജാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ആലപ്പുഴ ഗവൺമെൻറ് കോളേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ SM അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ മറ്റ് ഏതെങ്കിലും കോട്ട ഉണ്ടാകും, അതായത് MU, VK, അതുപോലെ തന്നെ EW, അതുപോലെ EZ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ SM എന്ന് പറഞ്ഞാൽ അത് 2 റാങ്ക് ലിസ്റ്റുകളാണ് ഉണ്ടാവുക. ഒന്നാമത് സ്റ്റേറ്റ് മെറിറ്റ്, അതുപോലെ തന്നെ അടുത്തത് കാറ്റഗറി വൈസ് ലിസ്റ്റ്. അപ്പോൾ ആ ഒരു 50%, അതായത് ഇപ്പോൾ ഒരു കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ ഒരു 30 സീറ്റ് ഉണ്ടെങ്കിൽ 15 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് വഴിയും ബാക്കി 15 സീറ്റ് അതായത് റിസർവേഷൻ അനുസരിച്ചുകൊണ്ടാണ്, റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് പ്രകാരവുമാണ്, അത് കാറ്റഗറി വൈസുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അപ്പോൾ ഓരോ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഇത്ര വീതം റിസർവേഷൻ ഉണ്ട്, അതായത് ഇത്ര % വീതം റിസർവേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ റിസർവേഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ 50% സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലാണ്, അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടും. അത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നാലും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ നിങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, അതായത് എല്ലാവർക്കും 300ആണ്, അതായത് 300ൽ 300 തന്നെ ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയുള്ള കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികൾക്കും ഏകദേശം 300 തന്നെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ 299.17 ഉണ്ട്, അതുപോലെ 297.5 ഉണ്ട്, അതുപോലെ 295 അത് SC കാറ്റഗറിയാണ്. അപ്പോൾ 281 ഉണ്ട്, അതുപോലെ 269 ഉണ്ട്, SD കാറ്റഗറിയിലാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ 268 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 161 ഉണ്ട്, PD കാറ്റഗറിയിലാണ് ആ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കാണാൻ സാധിക്കും ഏത് അലോട്ട്മെൻറ്റിലാണ് അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് റാങ്ക്, അതായത് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് 11ാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏത് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഗവൺമെൻറ് കോളേജ് നോക്കാം. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പരിയാരത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ, അതായത് നഴ്സിംഗ് കോളേജാണ്. അപ്പോൾ അതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സെയിം കാറ്റഗറിയിലാണ് ഉള്ളത്, അതായത് സെയിം കാറ്റഗറിയില്ല, സെയിം ഇൻഡെക്സ് മാർക്കാണ്. അതായത് ഏകദേശം അവർ 300ലേക്ക് മാർക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 300 തന്നെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും 300ആണ് ഉള്ളത്. അതുപോലെ അവിടെയുള്ള കാറ്റഗറി സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറവ് റാങ്ക് എന്ന് പറയുന്നത് 242 മാർക്കാണ്. അതായത് PD കാറ്റഗറിയിലാണ് അത് ലഭിച്ചിട്ടുള്ളത്. PD എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു അംഗവൈകല്യം പോലുള്ള, അതായത് അതുപോലെ ചെറിയൊരു ഡിസബിലിറ്റീസൊക്കെ ഉള്ള വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്കി, അതായത് SC ST പോലുള്ള വിഭാഗത്തിലുള്ളവർക്ക് 272.5 ആ ഒരു റാങ്ക് കിട്ടിയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 11 അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് 300 ഉള്ളവർക്ക് 1-2 അലോട്ട്മെൻറ്റുകളിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് ആകെ ഫീസ്, അതായത് എല്ലാവർക്കും ഒരു സെയിം ഫീസ് തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെയും ഒരു ഫീസ് ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഫീസ് ആകെ 23,500 രൂപയാണ് വരിക, ആകെ ഒരു വർഷത്തേക്ക് വരുന്ന ഫീസ്. അതേസമയം സെൽഫ് ഫിനാൻസിൽ ഏകദേശം 1,00,000 രൂപയാണ് സെൽഫ് ഫിനാൻസ് സീറ്റിൽ കിട്ടുക. മെറിറ്റ് സീറ്റിൽ ഗവൺമെൻറ് കിട്ടുന്ന സമയത്ത് ഏകദേശം 27,000 രൂപയും അതുപോലെ തന്നെ അതായത് ഏകദേശം മാക്സിമം 50,000 രൂപയാണ് അവിടെയും ചിലവ് വരിക. അപ്പോൾ മെറിറ്റ് സീറ്റിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസിൽ കുറവുണ്ടാകും. അതേസമയം സെൽഫ് ഫിനാൻസിൽ കിട്ടുന്ന സമയത്ത്, അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്കും പ്രവേശനം നടത്തപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏകദേശം 1,00,000-നടുത്ത്, അതായത് 1,00,000-ൽ കൂടുതൽ 1,50,000-നടുത്ത് ഫീസ് വരും. അപ്പോൾ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് മറ്റൊരു കോളേജിലെ ആ ഒരു ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് മെറിറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് 298, 297, അതുപോലെ 295 വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 288.33 ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്കും ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു +2-ൻ്റെ മാർക്ക്, അതായത് ഏകദേശം 90%, അതായത് 93% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് കോളേജിൽ കിട്ടുള്ളൂ. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 80%-ന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ, അത് +2-ന് മാത്രം, +2-ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു അപേക്ഷ എത്രത്തോളം വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നുണ്ട്, അതായത് ഓരോ കോളേജിലും എത്രത്തോളം വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്നുണ്ട് എന്നുള്ളതനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ആ ഓരോ വിദ്യാർത്ഥികൾക്കും എത്ര രൂപയാണ് ഫീസൊക്കെ വരിക എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഫീസ് വളരെയധികം കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. അതേസമയം സെൽഫ് ഫിനാൻസിൽ കിട്ടുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ സ്പെഷ്യൽ ഫീസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് അതായത് ഏകദേശം 1,00,000-നടുത്ത് രൂപ ഫീസ് വരും. അതായത് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു, അതായത് ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഫീസ് മുഴുവനായിട്ട്, അതായത് 23,500 രൂപയാണ് ഫീസ് വരിക. ആ ഒരു ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടി വരും. അതേസമയം സെൽഫ് ഫിനാൻസിൽ ടോക്കൺ ഫീ ആയിട്ട് 25,000 രൂപ അടക്കുകയും ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിൽ അടക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, അത് പ്രധാനമായിട്ടും ഈ ഒരു ഫീസിൻ്റെ വ്യത്യാസമാണ് വരുന്നത് ഗവൺമെൻറ് കോളേജും മെഡിക്കൽ കോളേജും നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ നോക്കുന്ന സമയത്ത്, അതായത് BSc MLT കോഴ്സ് ഉണ്ട്, അതുപോലെ മറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ, അതായത് 2 മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് ഈ ഒരു BSc MLT കോഴ്സ് കാണുന്നത്. ബാക്കിയൊക്കെ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അപ്പോൾ അവിടെയും മെറിറ്റ് സീറ്റുകൾ ഉണ്ടാവും. പക്ഷെങ്കിൽ അവിടെ മെറിറ്റ് സീറ്റുകൾ ഉണ്ടെങ്കിലും, അതായത് ഈ ഒരു BSc നഴ്സിംഗിലാണ് കൂടുതൽ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സീറ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജും ഒക്കെ അനുസരിച്ച് ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ് വരിക. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതനുസരിച്ചിട്ടാണ് ആ ഒരു ഫീസും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കുന്നതിനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ ഇത്തവണയും BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം വിദ്യാർത്ഥികളുടെ +2-ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു പേജിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ, അതായത് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്കാണ്, അതായത് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ റാങ്കാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ തന്നെ ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്കാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥികൾക്ക് എത്ര റാങ്കാണ് ഉണ്ടായിരുന്നത്, ഏത് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു വിദ്യാർത്ഥിയുടെ +2 മാർക്ക് 300ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എത്രയാണ്, അതുപോലെ സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്കിൽ എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് പ്രവേശനം ലഭിച്ചതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ കമ്മ്യൂണിറ്റി റാങ്ക് എത്രയാണെന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാം. ഇവിടെ ടിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.